ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുതിയ നിയമത്തിൻ്റെ 4-ാം സുവിശേഷം എന്നറിയപ്പെടുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗം എന്നറിയപ്പെടുന്ന അടയാളങ്ങളുടെ പുസ്തകം 12 അധ്യായങ്ങളിലായി നമ്മൾ പഠിക്കുകയും വിചിന്തനങ്ങൾ കാണുകയും ചെയ്തുകൊണ്ട് അവസാനിച്ചിരിക്കുന്നു. ഈ പുതിയ എപ്പിസോഡിൽ 13-ാം അധ്യായത്തിൻ്റെ പഠനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ജനറലായിട്ടുള്ള ഘടനയെക്കുറിച്ച് ആരംഭത്തിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു. 2 പുസ്തകങ്ങളായി യോഹന്നാൻ്റെ സുവിശേഷത്തെ ദൈവശാസ്ത്രജ്ഞന്മാർ, പ്രത്യേകിച്ച് ബിബ്ലിക്കൽ തിയോളജിയൻസ് വിവക്ഷിക്കുന്നുണ്ട്. അതിലൊന്നാമത്തേത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 12-ാം അധ്യായം 50-ാം വാക്യം വരെയുള്ള 1-ാം ഭാഗത്തെ ദ ബുക്ക് ഓഫ് സയൻസ് അഥവാ അടയാളങ്ങളുടെ പുസ്തകം എന്ന പേരിലാണ് ബൈബിൾ പണ്ഡിതന്മാർ വിളിക്കുന്നത്. 2-ാം ഭാഗം എന്നറിയപ്പെടുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യം മുതൽ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം വാക്യം വരെയുള്ള വചനഭാഗങ്ങളെയാണ് ദ ബുക്ക് ഓഫ് ഗ്ലോറി അഥവാ മഹത്വത്തിൻ്റെ പുസ്തകം എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തി ബൈബിൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. നമ്മൾ 1-ാമത്തെ ഭാഗം പഠനം അവസാനിപ്പിച്ചിരിക്കുന്നു. ആദ്യത്തെ 12 അധ്യായങ്ങളിലൂടെ യോഹന്നാൻ സുവിശേഷകൻ ഈശോയുടെ പരസ്യ ജീവിതകാലത്തെ പ്രവർത്തനങ്ങളെയും കർത്താവിൻ്റെ പ്രബോധനങ്ങളെയും കുറിച്ച് നമ്മളെ ബോധ്യമുള്ളവരാക്കി. അടയാളങ്ങളിലൂടെ അവൻ വചനം സ്ഥിരീകരിച്ചുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തന്നു. എന്നാൽ 13-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ സംഭവിക്കുന്ന വലിയൊരു മാറ്റമാണ്. കർത്താവ് മരിക്കാൻ പോകുന്ന, പീഡകൾ അനുഭവിക്കേണ്ടുന്ന ജെറുസലേമിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അവിടെ ഇനി പീഡകളുടെ കാലഘട്ടമാണ്. സഹനങ്ങളിലൂടെ, വേദനകളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യപുത്രനായ യേശു കർത്താവിനെയാണ് മഹത്വത്തിൻ്റെ പുസ്തകം നമുക്കായി അവതരിപ്പിക്കുന്നത് എന്ന് 13 മുതലുള്ള അധ്യായങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമേ തന്നെ ഈ മഹത്വത്തിൻ്റെ പുസ്തകം എന്നറിയപ്പെടുന്ന യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 20-ാം അധ്യായം 31 വരെയുള്ള വചനത്തിനുള്ള ഒരു വ്യാഖ്യാനമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഈ ക്ലാസ്സിൽ നമ്മൾ അറിയുന്നത്. മഹത്വത്തിൻ്റെ പുസ്തകം എന്ന ഈ 2-ാം ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില സവിശേഷതകളിലേക്ക് വിരൽ ചൂണ്ടാനാണ് ഈ ഇൻട്രൊഡക്ഷനിലൂടെ ഞാൻ പരിശ്രമിക്കുന്നത് എന്ന് നിങ്ങളെ ആദ്യമേ തന്നെ ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളിലൂടെയുള്ള ഈശോയുടെ മഹത്വീകരണത്തിൻ്റെ വിശദീകരണമാണ് മഹത്വത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചുമുള്ള കൃത്യമായ വചനഭാഗങ്ങളാണ് 13-ാം അധ്യായം മുതൽ 20-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട മറ്റൊരു ഘടകമുണ്ട്. ജനറലായിട്ട് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തെ 2 ഭാഗങ്ങളായി തിരിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും ഈ 2 ഭാഗങ്ങൾക്കും ഒരു ഇൻട്രൊഡക്ഷനും ഒരു കൺക്ലൂഷനും ഉണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വചനഭാഗങ്ങളെ
ഇംഗ്ലീഷിൽ പ്രൊലോഗ് എന്ന വാക്കുകൊണ്ടാണ് ബൈബിൾ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത്. കാവ്യാത്മകമായി എഴുതപ്പെട്ടിരിക്കുന്ന ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് എന്ന ക്രിയേറ്റീവ് വേർഡിനെ കുറിച്ചും മാംസം ധരിച്ച ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുമുള്ള പരാമർശമാണ് വചനം മാംസമായി അവതരിച്ചു എന്ന 1 അധ്യായം 1 മുതൽ 18 വരെയുള്ള പ്രൊലോഗ് എന്ന് വിളിക്കപ്പെടുന്ന ഇൻട്രൊഡക്ടറി പാസേജ് കൊണ്ട് 4-ാം സുവിശേഷകൻ നമുക്ക് നൽകുന്നത്. അതിനുശേഷം 1-ാം അധ്യായം 19-ാം വാക്യം മുതൽ 12-ാം അധ്യായം 50-ാം വാക്യം വരെയാണ് അടയാളങ്ങളുടെ പുസ്തകം എന്ന പേരിൽ നമ്മൾ പഠിച്ചവസാനിപ്പിച്ച ഭാഗങ്ങളൊക്കെയും ക്രമപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം തിരുവചനം മുതൽ 20-ാം അധ്യായം 31-ാമത്തെ വാക്യം വരെയുള്ള 2-ാം ഭാഗം എന്നറിയപ്പെടുന്ന മഹത്വത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ ആരംഭിക്കുന്നത്. ഇതിന് ഒരു കൺക്ലൂഷൻ ഉണ്ട്, എപ്പിലോഗ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കും. അത് 21-ാം അധ്യായമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിന് 21 അധ്യായങ്ങളാണ് ഉള്ളത് എന്ന് ബൈബിൾ പരിചയമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. 21-ാമത്തെ അധ്യായമാണ് എപ്പിലോഗ് അഥവാ കൺക്ലൂഷൻ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. അതുകൊണ്ട് 21-ാമത്തെ ഉപസംഹാരത്തെ എപ്പിലോഗിനെ ഒഴിവാക്കിക്കൊണ്ടാണ് മഹത്വത്തിൻ്റെ പുസ്തകം എന്ന 2-ാം ഭാഗം 20-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ അവസാനിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. ആർക്കും അതുകൊണ്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ടതില്ല. 21 അധ്യായങ്ങളുണ്ട്, പക്ഷേ 21-ാം അധ്യായം എപ്പിലോഗ് എന്നുള്ള വ്യത്യസ്തമായ ഘടനയിലാണ് നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 2-ാം ഭാഗം എന്നറിയപ്പെടുന്ന 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20-ാം അധ്യായം 31 വരെയുള്ള മഹത്വത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള പഠനത്തിലേക്കാണ്. ഇവിടെയാണ് കർത്താവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ തിരിച്ചറിയുക, അടയാളങ്ങളുടെ പുസ്തകം ആദ്യം ഈശോ പ്രവർത്തിക്കുന്ന അടയാളങ്ങളും അതിനുശേഷം അടയാളങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെടുന്ന ദൈവിക സത്യങ്ങളും അനാവരണം ചെയ്യുന്ന ഈശോയുടെ പ്രഭാഷണങ്ങളും എന്ന രീതിയിലാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. 2 തരത്തിലാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ ഘടനയെ വിപുലമാക്കിയിരിക്കുന്നത്, വിശദമാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യം അടയാളങ്ങളിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ട് അതിനുശേഷം അതിനെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളിലൂടെ ദൈവിക സത്യങ്ങളെ അനാവരണം ചെയ്തുകൊണ്ടുമാണ് യോഹന്നാൻ സുവിശേഷകൻ്റെ ആഖ്യാന ശൈലിയുടെ ഒരു പ്രത്യേകതയാണത്. ഉദാഹരണത്തിന് അപ്പം വർദ്ധിപ്പിക്കുന്ന ഉദാഹരണം യോഹന്നാൻ 6-ാം അധ്യായത്തിൽ കർത്താവ് ഒരു അടയാളമായി പ്രവർത്തിക്കുന്നു. അതോട് ചേർത്ത് അവൻ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള ദൈവികമായ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ദിവ്യകാരുണ്യത്തെക്കുറിച്ചും വിശുദ്ധ കുർബാനയെക്കുറിച്ചുമുള്ള കൃത്യമായ പ്രബോധനമാണ് അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതത്തിലൂടെ, അടയാളത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ഇതാണ്: ഒരു സംഭവത്തെ അടയാളമായി അവതരിപ്പിച്ചുകൊണ്ട് കർത്താവ് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചരിത്ര സത്യത്തെ ബോധ്യപ്പെടുത്താൻ, ഓർമ്മപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ തിരുവചന ഭാഗം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രമീകരണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ആരെങ്കിലും പ്രസംഗിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തഡോളജി ഉണ്ട്, ഇല്ലേ? ഞാൻ പ്രസംഗിക്കുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങളിൽ ആരെങ്കിലും പ്രസംഗിക്കുന്നത്. എനിക്ക് എൻ്റേതായ ഒരു ശൈലിയുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടേതായ ഒരു ശൈലിയുണ്ട്. അത് സംസാര ശൈലിയാകട്ടെ, പ്രഭാഷണ ശൈലിയാകട്ടെ, ജീവിത ശൈലികളാകട്ടെ. ഞാൻ എൻ്റെ ശൈലിയെ രൂപപ്പെടുത്തിയത് എൻ്റെ ചെറുപ്പം മുതലുള്ള ജീവിത പശ്ചാത്തലങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെയാണ്. നമ്മുടെ ജീവിത രീതി ക്രമപ്പെടുന്നത് നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. മോൾഡ് ചെയ്യപ്പെടുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതുകൊണ്ട് എൻ്റെ ഈ സംസാര രീതിക്ക്, പ്രഭാഷണ ശൈലിക്ക്
ക്ലാസ് എടുക്കുന്ന ഈ രീതിക്ക് എൻ്റെ കുടുംബവുമായും ഞാൻ വളർന്നു വന്ന സാംസ്കാരിക പശ്ചാത്തലവുമായും എൻ്റെ നാടുമായും ഒക്കെ ഒത്തിരിയേറെ ബന്ധങ്ങളുണ്ട്. ഇവയൊക്കെയാണ് നമ്മളെ ഏതെങ്കിലും ഒരു ശൈലിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഘടകങ്ങളായി മാറുന്നത് എന്ന് സഹോദരങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ചിലരുടെയെങ്കിലുമൊക്കെ സംസാര ശൈലി കേട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടിട്ട് ആൾ തൃശ്ശൂരുകാരനാണെന്നാണ് തോന്നുന്നത്, അതും അല്ലെങ്കിൽ തിരുവനന്തപുരംകാരനാണെന്നാണ് തോന്നുന്നത്, മലബാറുകാരനാണെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ കോട്ടയംകാരനാണെന്ന് തോന്നുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത്? ഈ വ്യക്തി എവിടുന്നാണെന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷെ സംസാര ശൈലി കേട്ടിട്ട് നമുക്ക് തോന്നുകയാണ് ഈ സംസാര ശൈലി തൃശ്ശൂരുകാരുടെ സംസാര ശൈലിയാണല്ലോ, അതും അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറുകാരുടെ സംസാര ശൈലിയാണല്ലോ, അതല്ലെങ്കിൽ തിരുവനന്തപുരംകാർക്ക് പ്രത്യേകമായൊരു സ്ലാങ് തന്നെയും ഉണ്ട്, നമുക്കൊക്കെ അറിയാം. അപ്രകാരം ഒരു സ്ലാങ്ങിലാണല്ലോ ഈ വ്യക്തി സംസാരിക്കുന്നത്. അതുമല്ലെങ്കിൽ മലബാറുകാർ സംസാരിക്കുന്നത് പോലെ കാസർഗോഡിന് പിന്നെയും വേറൊരു ഭാഷാ ശൈലി തന്നെ ഉണ്ട് കേട്ടോ. ഇപ്രകാരം വ്യത്യസ്തങ്ങളായ ശൈലികളിലൂടെയാണ് സഹോദരങ്ങളെ നമ്മുടെയൊക്കെ സംസാര രീതികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത്, യോഹന്നാൻ്റെ ആഖ്യാന ശൈലി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഭവത്തെ ഒരടയാളമായി അവതരിപ്പിച്ചുകൊണ്ട് അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ഒരു ദൈവികമായ സത്യത്തെ അനാവരണം ചെയ്യുന്ന രീതിയിലാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷ രചന നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ മഹത്വത്തിൻ്റെ പുസ്തകത്തിൽ ആദ്യം ഈശോയുടെ അന്ത്യപ്രഭാഷണവും പിന്നീട് അടയാളങ്ങളും എന്ന നിലയിലാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ആദ്യം പ്രഭാഷണം നടത്തുന്നു, പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും സംഭവിക്കുന്നു. അടയാളങ്ങളുടെ പുസ്തകത്തിൽ ആദ്യം അവൻ അടയാളം പ്രവർത്തിച്ചു, അതിനുശേഷം അവൻ അതിൻ്റെ വ്യാഖ്യാനം എന്നോണം ദൈവിക സത്യങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഭാഷണം നടത്തി. എന്നാൽ മഹത്വത്തിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആദ്യം അവൻ പ്രഭാഷണം നടത്തുകയാണ്. അതാണ് യോഹന്നാൻ്റെ രണ്ട് പുസ്തകങ്ങളെയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യത്യസ്തത എന്ന് പറയുന്നത്. ആദ്യ ഭാഗത്ത് 12 വരെയുള്ള അധ്യായങ്ങളിൽ ഒരു സംഭവം അടയാളമായി രേഖപ്പെടുത്തുന്നു, അതിനുശേഷം അതിൻ്റെ വ്യാഖ്യാനമായി ദൈവിക സത്യത്തെക്കുറിച്ച് പറയുന്നു. എന്നാൽ രണ്ടാം ഭാഗം എന്നറിയപ്പെടുന്ന മഹത്വത്തിൻ്റെ പുസ്തകത്തിൽ ആദ്യം അവൻ പ്രഭാഷണം നടത്തുന്നു, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യമെന്താണോ ആ കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന ക്രമത്തിലാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും യോഹന്നാൻ്റെ സുവിശേഷം 13, 14, 15, 16, 17 അധ്യായങ്ങൾ എന്ന് പറഞ്ഞാൽ 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ കർത്താവിൻ്റെ അന്ത്യപ്രഭാഷണം എന്ന പേരിലാണ് ബൈബിൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് തൻ്റെ സംസാരം അവസാനിപ്പിക്കുന്ന ഭാഗം, അവൻ അനുഭവിക്കാൻ പോകുന്ന പീഡാസഹനങ്ങളെക്കുറിച്ചും അവൻ ഏറ്റെടുക്കാൻ പോകുന്ന കുരിശുമരണത്തെക്കുറിച്ചും അതിനുശേഷം 3-ാം ദിവസമുള്ള ഉയർപ്പിനെക്കുറിച്ചും കർത്താവ് വളരെ വിശദമായി തൻ്റെ ശിഷ്യ സമൂഹത്തോട് പ്രഭാഷണത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് അന്ത്യപ്രഭാഷണം എന്നറിയപ്പെടുന്ന 13 മുതൽ 17 വരെയുള്ള വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിനുശേഷമാണ് അടയാളം എന്ന രീതിയിൽ പീഡാസഹനവും അത് 18, 19 അധ്യായങ്ങളിലും കർത്താവിൻ്റെ ഉത്ഥാനവും 20-ാം അധ്യായത്തിലും നൽകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്രകാരം ഇതുവരെ ഉണ്ടായിരുന്ന ശൈലിക്ക് വ്യത്യസ്തമായി യോഹന്നാൻ സുവിശേഷം എന്നറിയപ്പെടുന്ന 4-ാം സുവിശേഷകൻ വ്യത്യസ്തമായ ഒരു ആഖ്യാന ശൈലി രൂപപ്പെടുത്തുകയാണ് മഹത്വത്തിൻ്റെ പുസ്തകത്തിൽ എന്നുള്ളതാണ് ആദ്യമേ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട്
ആദ്യം പ്രഭാഷണങ്ങൾ നമ്മൾ കാണും. അത് 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിലാണ്. അതിനുശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട് കർത്താവ് നൽകുന്ന അടയാളം എന്നോണം അവൻ്റെ തിരുമരണത്തെയും പീഡാസഹനത്തിലൂടെയുള്ള അവൻ്റെ ജീവിത സഹനങ്ങളെയും യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തുന്ന ഭാഗം. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പ്രായോഗിക ബുദ്ധിയാണ് കേട്ടോ. യോഹന്നാൻ സുവിശേഷകൻ പുലർത്തുന്ന ഒരു പ്രായോഗിക ബുദ്ധി എന്ന് പറഞ്ഞാൽ, താൻ എന്താണോ സ്വീകരിക്കാൻ പോകുന്നത് എന്ന് ദൈവപിതാവ് വെളിപ്പെടുത്തി കൊടുത്തതനുസരിച്ച് യേശു കർത്താവിന് അറിയാമായിരുന്നുവെന്നും, തൻ്റെ ജീവിതം ഈ ലോകത്തിന് വേണ്ടി ബലിയായി സമർപ്പിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് യേശു കർത്താവ് മഹത്വത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ കൃത്യമായി ഒരു പ്രഭാഷണം തന്നെയും കർത്താവ് നടത്തിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായും വെളിപ്പെടുത്തുന്നു കർത്താവ്. അതിനുശേഷമാണ് തൻ്റെ ജീവിതം എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് സമർപ്പിക്കപ്പെടുന്നത് എന്ന് കർത്താവ് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ ഈ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാനും നിങ്ങളും തിരിച്ചറിയുന്നൊരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, മഹത്വത്തിൻ്റെ പുസ്തകം എന്നറിയപ്പെടുന്ന 13-ാം അധ്യായം ആരംഭിക്കുന്നത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് പീഡാസഹനത്തിലേക്ക് പ്രവേശിക്കുന്ന കർത്താവ് തന്നെ എളിമപ്പെടുത്തുന്ന വചനഭാഗമാണ്. ദിവ്യകാരുണ്യവും വിശുദ്ധ കുർബാനയും സ്ഥാപിക്കുന്ന കർത്താവിൻ്റെ പ്രത്യേകമായ ഇടപെടലും വിശുദ്ധ കുർബാനയുടെ സ്ഥാപക വചനങ്ങളുമാണ് 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അത് അന്ത്യപ്രഭാഷണത്തിൻ്റെ ആരംഭമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെയുള്ള വചനങ്ങളിലാണ് കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നത്. അതിനുശേഷം 21 മുതൽ 30 വരെയുള്ള വചനങ്ങളിൽ അന്ത്യ അത്താഴ സമയത്ത് യൂദാസിനെ പിശാച് പ്രേരിപ്പിച്ചതുകൊണ്ട് അവൻ കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിയുന്ന കർത്താവ് യൂദാസിൻ്റെ വഞ്ചനയെക്കുറിച്ച് പറയുന്നതും അതിനെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷകൻ എഴുതിയിരിക്കുന്നതുമായ വചനഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷമാണ് മൂന്നാമതായി 31-ാമത്തെ വാക്യം മുതൽ 38-ാമത്തെ വാക്യത്തിൽ 13-ാം അധ്യായം അവസാനിക്കുന്നത് വരെയും പുതിയ പ്രമാണമായി സ്നേഹത്തിൻ്റെ കൽപ്പന നൽകിക്കൊണ്ട് ദിവ്യകാരുണ്യം കർത്താവ് സ്ഥാപിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ സ്ഥാപക വചനങ്ങളിലൂടെ യേശു കർത്താവ് തന്നെ കുർബാനയായി ഈ ലോകത്തിന് നൽകുന്നു എന്ന് അവതരിപ്പിക്കുന്നു 13-ാം അധ്യായത്തിൽ. അപ്പോൾ ഇവിടെ 3 ഭാഗങ്ങളാണ് 13-ാം അധ്യായത്തിനുള്ളത് എന്ന് തിരിച്ചറിയുക. ഒന്നാമതായി കാലുകഴുകൽ ശുശ്രൂഷയാണ്. രണ്ടാമത്തേത് യൂദാസിൻ്റെ വഞ്ചനയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. മൂന്നാമതായി അവൻ പുതിയ ഉടമ്പടി, പുതിയ പ്രമാണം നൽകിക്കൊണ്ട് ദിവ്യകാരുണ്യ സ്ഥാപനമാണ് 13-ാം അധ്യായത്തിൻ്റെ പ്രസക്തിയെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പിന്നീട് 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് തൻ്റെ പ്രഭാഷണം തുടരുകയാണ്. 14-ാം അധ്യായം തുടങ്ങുന്നത് തന്നെയും യേശു പിതാവിലേക്കുള്ള വഴിയായി തന്നെ വഴിയും സത്യവും ജീവനുമായി അവതരിപ്പിക്കുന്നതിലൂടെയാണ്. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാമെന്ന് യേശു കർത്താവ് പറയുമ്പോൾ തോമാസ് ലീഹായാണ് പറയുന്നത്, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? രസകരമാണ്. യോഹന്നാൻ സുവിശേഷകൻ തോമാസ് ലീഹായെ അവതരിപ്പിക്കുന്നത് കർത്താവിനോട് കൂടെയായിരിക്കാൻ ആഗ്രഹിക്കുന്ന തോമസ് ഈശോയോട് പറയാണ്, നീ എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ നിൻ്റെ പുറകെ വരും? വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞ് കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നത് 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തോമാസ് ലീഹായുടെ ഈ സംശയത്തിന് മറുപടി കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് കർത്താവ് തന്നെ വഴിയായി അവതരിപ്പിക്കുകയാണ്. പിതാവിങ്കലേക്കുള്ള വഴി, സ്വർഗത്തിലേക്കുള്ള വഴി യേശു കർത്താവാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് 14-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന യേശു കർത്താവാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ്
നിങ്ങളോടുകൂടെ എപ്പോഴും ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നൽകുമെന്ന് പറഞ്ഞ യേശു കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിനു വേണ്ടി നൽകുന്ന വചനഭാഗമാണ് 14-ാം അധ്യായത്തിൽ 15 മുതൽ നമ്മൾ കാണുന്ന വചനഭാഗം എന്ന് പറയുന്നത്. അവിടെ വളരെ പ്രധാനപ്പെട്ടൊരു സവിശേഷതയുണ്ട്. ആ വചനം 31-ാമത്തെ വാക്യത്തിൽ അവസാനിക്കുമ്പോഴേക്കും നമ്മൾ തിരിച്ചറിയുന്നു, യോഹന്നാൻ ബൈബിൾ വിജ്ഞാനീയത്തിൽ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്, ഒരു യുണീക്ക് കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ അതുവരെയും പ്നേഊമ എന്ന് ഗ്രീക്ക് ഭാഷയിൽ വിളിച്ചിരുന്ന യോഹന്നാൻ പ്നേഊമ എന്ന പദത്തിന് വിരുദ്ധമായി പാരക്ലേത്തോസ് എന്ന മറ്റൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുന്ന വചനഭാഗമാണ് 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അത് 15-16 അധ്യായങ്ങളിലും അവൻ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഈ വചനഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുക. യോഹന്നാൻ സുവിശേഷകൻ്റെ ബൈബിൾ വിജ്ഞാനീയത്തിന് നൽകുന്ന ഒരു യുണീക്ക് കോൺട്രിബ്യൂഷനാണ് പാരക്ലേത്തോസ് എന്ന വാക്ക്. പാരക്ലേത്തോസ് എന്ന വാക്കിനെ പാരക്ലീറ്റ് എന്ന് ഇംഗ്ലീഷിലേക്കും പാരക്ലേത്ത എന്ന് മലയാളത്തിലും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സഹായകൻ എന്നാണ് അർത്ഥം. ആശ്വാസദായകൻ എന്ന അർത്ഥവും ഇതിനുണ്ട്. യേശു നൽകുന്ന പരിശുദ്ധാത്മാവ് സഹായകനാണെന്നും അവൻ ആശ്വാസദായകനാണെന്നും ഈ ലോകത്തിന് മുൻപിൽ പരിശുദ്ധാത്മ വിജ്ഞാനീയത്തിൻ്റെ ഭാഗമായി യോഹന്നാൻ 14, 15, 16 എന്നീ 3 അധ്യായങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. മറ്റ് ഭാഗങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് യോഹന്നാൻ സംസാരിക്കുമ്പോൾ പ്നേഊമ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 14, 15, 16 അധ്യായങ്ങളിൽ പാരക്ലേത്തോസ് എന്ന വാക്കിലൂടെ പരിശുദ്ധാത്മാവിനെ സഹായകനായി അവതരിപ്പിക്കുകയാണ് യോഹന്നാൻ സുവിശേഷകൻ ചെയ്യുന്നത് എന്നുള്ളത് ഈ അധ്യായങ്ങളുടെ ഒരു പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ തുടർന്നാണ് നമ്മൾ 15-ാമത്തെ അധ്യായത്തിലേക്ക് വരിക. 15-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് മുന്തിരിച്ചെടിയും ശാഖകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ്. 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് തന്നെ മുന്തിരിച്ചെടിയായും നാം എല്ലാവരും അതിലെ വ്യത്യസ്തങ്ങളായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ശാഖകളായും നമ്മളെ കർത്താവ് ഉപമിക്കുന്നുണ്ട്. വെട്ടിമാറ്റപ്പെട്ട, മുറിച്ചു മാറ്റപ്പെട്ട ശാഖയാകാതെ കർത്താവിനോട്, തായ്തണ്ടിനോട് ചേർന്നിരുന്ന് കായ്ഫലം പുറപ്പെടുവിക്കുന്ന ശാഖയായി ഞാനും നിങ്ങളും മാറണമെന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ പ്രത്യേകതയാണ് മുന്തിരിച്ചെടിയും ശാഖകളും തമ്മിലുള്ള ഉപമയെന്ന് പറയുക. അതിൻ്റെ 2-ാം ഭാഗം എന്ന് പറയുന്നത് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ലോകം നിങ്ങളെ വെറുക്കുമെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. 15-ാം അധ്യായം 18-ാം തിരുവചനം മുതൽ 27-ാമത്തെ വാക്യത്തിൽ 15-ാം അധ്യായം അവസാനിക്കുന്നത് വരെയും യോഹന്നാൻ സുവിശേഷകൻ പഠിപ്പിക്കുന്നത് ലോകം നിങ്ങളെ ദ്വേഷിക്കുമെന്നാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരായതുകൊണ്ട്, ക്രിസ്തുവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നത് കൊണ്ട് ഈ ലോകം നിങ്ങളെ വെറുക്കും. അസന്നിഗ്ധമായി കർത്താവ് പ്രഖ്യാപനം നടത്തുകയാണ്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഈ ലോകത്തിൻ്റേതല്ല, മറിച്ച് സ്വർഗലോകത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ഈ ലോകം നമ്മളെ വെറുക്കുമെന്ന് കരുതി ദൈവത്തിൻ്റെ മക്കളാകുന്നത് നമ്മൾ ശങ്കിക്കേണ്ടതില്ല, ലവലേശം പേടി തോന്നേണ്ടതില്ല. അന്ധകാരത്തിൻ്റെ ഈ ലോക സന്തതികളായി ജീവിക്കുക എന്നുള്ളതല്ല നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം, മറിച്ച് നമ്മൾ സ്വർഗത്തിൻ്റെ പ്രകാശത്തിൻ്റെ മക്കളാവുക, ദൈവത്തിൻ്റെ മക്കളാകുക എന്നുള്ളതാണ്. തുടർന്ന് 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. പാരക്ലേത്തോസ് എന്ന് വിളിക്കപ്പെടുന്ന സഹായകനായ പരിശുദ്ധാത്മാവിനെ നൽകി കഴിയുമ്പോൾ അവൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ എപ്രകാരമായിരിക്കുമെന്ന് യോഹന്നാൻ സുവിശേഷകൻ 16-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഓർമ്മപ്പെടുത്തിയതിനു ശേഷം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുമെന്ന് 2-ാം ഭാഗത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ
പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മാവിൽ സന്തോഷമുള്ളവരായിത്തീരും, ആത്മാവിൽ ആനന്ദമുള്ളവരായിത്തീരും, നമ്മുടെ ദുഃഖം സന്തോഷമായി മാറുമെന്ന് യേശു കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ. അതുകൊണ്ടാണ് 3-ാം ഭാഗത്ത് പറയുക, അവൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നവനാണ്. യേശു കർത്താവ് ലോകത്തെ ജയിച്ചവനാണ് എന്ന് 25 മുതൽ 33 വരെയുള്ള വചനങ്ങളിൽ 16-ാം അധ്യായം കൃത്യമായും വ്യക്തമായും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ ലോകത്തെ അതിജീവിക്കുന്നവരാകണമെന്ന് യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷകൻ അപ്രകാരം എഴുതി വച്ചിരിക്കുന്നത്. തുടർന്ന് 17-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ത്യപ്രഭാഷണത്തിൻ്റെ അവസാനത്തെ അധ്യായമാണ് 17-ാം അധ്യായം. അവിടെ യേശുവിൻ്റെ അന്തിമ പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. ദ ലോർഡ്സ് പ്രയർ എന്ന്, അവർ ഫാദർ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. എന്നാൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഒരുമിച്ച് വിളിച്ചുകൂട്ടി താൻ പീഡകൾ സഹിച്ച് മരിക്കുന്നതിന് മുൻപായി അവർക്ക് വേണ്ടി ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുന്ന വചനഭാഗമാണ് അന്തിമ പ്രാർത്ഥനയായി യേശു കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി നൽകുന്നത്. അവൻ കണ്ണുകൾ ഉയർത്തി, പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ എൻ്റെ ശിഷ്യന്മാർ നമ്മളിൽ ഒന്നാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യേശു കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വചനഭാഗമാണ് 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 26 വരെ പൂർണ്ണമായും ഈ അധ്യായം മുഴുവനായും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ 3 അധ്യായങ്ങളിലായി പ്രിയപ്പെട്ടവരെ, 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിലായി കർത്താവിൻ്റെ അന്ത്യപ്രഭാഷണത്തെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷകൻ മഹത്വത്തിൻ്റെ പുസ്തകം ആരംഭത്തിൽ പറഞ്ഞിട്ട് 18 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ എപ്രകാരമാണ് കർത്താവ് പീഡാസഹനങ്ങളിലൂടെ മരണ ഉത്ഥാനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് മഹത്വത്തിൻ്റെ പുസ്തകം എന്നറിയപ്പെടുന്ന 2-ാം ഭാഗത്തിന് അന്ത്യപ്രഭാഷണമെന്ന 13 മുതൽ 17 വരെയുള്ള ഘടനയും അതിൻ്റെ പരിണിതഫലമായി കർത്താവ് അനുഭവിക്കുന്ന പീഡാസഹനങ്ങളെയും കുരിശുമരണത്തെയും കാണിക്കുന്ന 18-19 അധ്യായങ്ങളും ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്ന 20-ാം അധ്യായവുമാണ് മഹത്വത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഘടനയായി ബൈബിൾ പണ്ഡിതന്മാർ അവതരിപ്പിക്കുന്നത്. ഈ വചനങ്ങളുടെ വ്യാഖ്യാനങ്ങളിലേക്ക് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കടക്കാം. വീണ്ടും കാണും വരെയും നിങ്ങൾക്കെല്ലാവർക്കും ദൈവനാമത്തിൽ ശുഭവന്ദനം.